ഹലോ, വെൽക്കം ടു നൈറാസ് മാംസ് വേൾഡ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു കേട്ടോ ഇവിടുത്തെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ. ഞങ്ങളിത് കുളിയൊക്കെ കഴിഞ്ഞ് വേഗം റെഡി ആകാൻ പോകാം കേട്ടോ. ഇതായിരുന്നു കനിമോളുടെ ഡ്രസ്സ്. ഇത് ഞാൻ കോഴിക്കോടുള്ളൊരു ചേച്ചിനെ കൊണ്ട് ചെയ്യിച്ചിരുന്ന കേട്ടോ. നല്ല ഭംഗിയില്ലേ ഡ്രസ്സ്. പിന്നെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് കുളൂസൊക്കെ ഉണ്ടല്ലോ. അതപ്പോൾ ദേ ഇവിടെ കാണാം. ഇതാ കണ്ടില്ലേ, തിരിഞ്ഞ് കളിച്ച് അവിടുന്ന് പപ്പയും അമ്മമ്മയൊക്കെ നോക്കുന്നുണ്ടോ എന്നൊക്കെയാണ് അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ അപ്പുറത്ത് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അച്ഛനും അമ്മയൊക്കെ. ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണമായിരുന്നു. 7:30 പരിപാടി. അപ്പോൾ ഏകദേശം സമയം അടുത്ത് തുടങ്ങിയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും റെഡിയാകാൻ തുടങ്ങിയതാണ്. ഞാൻ ഇവളെ റെഡിയാക്കിയ ശേഷം മാത്രമാണ് ഞാൻ റെഡിയായത്. കുളി കഴിഞ്ഞ് വന്നതാണ് ഞാനും. അപ്പോൾ ഈ മേക്കപ്പിലോട്ട് കിടന്നു കേട്ടോ. മേക്കപ്പ് നമ്മൾ വേണമായിരുന്നു ഇവിടുന്ന് ചെയ്ത് വിടാൻ. പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പക്ഷേ ഡ്രസ്സിലൊന്നും നമുക്ക് കണ്ടീഷൻസ് ഒന്നുമില്ല, ഇന്ന കളർ വേണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഏത് കളർ ഡ്രസ്സ് ഇടിക്കും, പക്ഷേ മാച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ്. പിന്നെ മേക്കപ്പ് എങ്ങനെ വേണം എന്നുള്ളത്, അതേപോലെ തന്നെ ഹെയർ സ്റ്റൈൽ എങ്ങനെ വേണം എന്നുള്ളത് അതൊക്കെ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നുമല്ല, പക്ഷേ എൻ്റെ പരീക്ഷണ വസ്തു കനിമോളാണ് കേട്ടോ. അപ്പോൾ അവളിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്ത് പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ വേണം മേക്കപ്പ് ചെയ്ത് വിടാൻ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ പഠിച്ചു തുടങ്ങി. പിന്നെ അവൾക്കും നല്ലോണം അറിയാം കേട്ടോ, ഏത് കഴിഞ്ഞാൽ ഏത് ഇടണം എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് എനിക്കും അത് ചില കാര്യങ്ങളിൽ നന്നായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഇതേ ഞങ്ങളുടെ മേക്കപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്, അത്രയും ക്ഷമയിൽ നിന്നേരും കേട്ടോ. കണ്ണൊക്കെ എഴുതിയിട്ട് അത് ഉണങ്ങാനായിക്കോട്ടെ അങ്ങനെ കിടന്നുതരും. ഇപ്പം ഞാനിത് കണ്ണെഴുതി കൊടുക്കുന്ന കേട്ടോ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഐ ഷാഡോ വേണം, പിന്നെ മസ്കാര വേണം. അങ്ങനെ അതൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് പറഞ്ഞയച്ചത്. ഇങ്ങനത്തെ പരിപാടിയൊക്കെ വരുമ്പോഴാണ് നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കാറില്ല. അല്ലാണ്ട് നമുക്ക് പുറത്തൊന്നും പോകുമ്പോൾ ഒന്നും ചെയ്യാറില്ല. അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാറുണ്ടല്ലോ അല്ലേ. അങ്ങനെ ആൾക്ക് കുറച്ച് റോസ് പൗഡറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് റെഡിയാക്കി കൊടുത്തതാട്ടോ. റെഡിയായി കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കുന്ന കണ്ടില്ലേ, ആൾ ക്ലൂസാക്കി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി അവൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്ത. മമ്മി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ മമ്മി എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അവളാണ് എനിക്ക് എന്തിനും ഏതിനും കോംപ്ലിമെൻറ്റ്സ് തരുന്ന വേറൊരാൾ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് അവളുടെ മേക്കപ്പ്? ഇഷ്ടമായോ നിങ്ങൾക്ക്? എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുത്തതാട്ടോ. അങ്ങനെ അതിന് ശേഷം അടുത്തത് വലിയൊരു യുദ്ധം കിടക്കാൻ പോകുന്നത് ഹെയർ സ്റ്റൈലാണ്. പറയുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പോണിറ്റെയിലോ അല്ലെങ്കിൽ ഹെയർ ബാൻഡ് വെച്ചിട്ടോ ഫ്രീ ഹെയർ ആയിട്ടോ വിടാം. പക്ഷേ പോണിറ്റെയിൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. അങ്ങനെ അടങ്ങി നിൽക്കുന്നൊരു മുടിയല്ല കനിമോളുടെ മുടി. അതുകൊണ്ട് ഞാൻ റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ തേച്ചുകൊണ്ടിരുന്നത് ഒരു വാക്സാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് ഒന്ന് ഹെയർ ഫിക്സ് ചെയ്ത് വെച്ചതാട്ടോ. അങ്ങനെ ഹെയർ സ്റ്റൈലിലോട്ട് കിടക്കുകയാണേ. ഇനി വേറൊരു കാര്യം ഞാനിവിടെ ആദ്യം പറയാം. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അവിടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും കനിമോളുടെയൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിട്ടാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ. ഇതായിരുന്നു ഹെയർ സ്റ്റൈൽ കേട്ടോ. ജസ്റ്റ് നമുക്ക് പോണിറ്റെയിൽ കെട്ടി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ ഹെയർ ആയിട്ട് വിടാം, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് വിടാം കേട്ടോ, അല്ലെങ്കിൽ ഹെയർ ബാൻഡ് ആയിട്ട് വിടാം. പക്ഷേ ഞാൻ ചൂസ് ചെയ്തിരുന്നത് പോണിറ്റെയിലായിരുന്നു കേട്ടോ. ഒന്ന് എനിക്ക് എളുപ്പമാണെന്നുള്ളതും, രണ്ടാമത്തത് അവളുടെ കംഫർട്ട് നോക്കിയിട്ടും കൂടിയായിരുന്നു കേട്ടോ. കാരണം ഡാൻസൊക്കെ കളിക്കുമ്പോൾ കുറച്ചിങ്ങനെ കെട്ടി വെച്ചിട്ടാകുമ്പോൾ അവൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മറ്റേത് മുഖത്തേക്കൊക്കെ വരുമ്പോൾ അവൾക്ക് കണ്ണിലേക്കൊക്കെ മുടി തട്ടിക്കഴിഞ്ഞാലോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷനായിട്ട് ഞാനത് ചെയ്യാറില്ല. ഞങ്ങൾക്ക് ഏറ്റവും കംഫർട്ടുള്ളത് ഏതാണോ അത് നോക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നല്ല കുട്ടിയായിട്ട് ഇരുന്നിരുന്നാണ്ടില്ലേ. ചില പരിപാടിയൊക്കെ വരുന്ന സമയത്ത് ഇവളിങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് തരും കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഒരുങ്ങാനൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലേ. അങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ റെഡിയാക്കിയ ശേഷം ഞങ്ങളിത് സെറ്റായിട്ടോ. ഇതായി ഓടി വരുന്നത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവൾ കണ്ടിട്ട് എന്നോട് തന്നെ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ കമൻറ്റിൽ. എങ്ങനെയുണ്ട്? ഈ കളർ അവൾക്ക് സ്യൂട്ടാവുന്നില്ലേ? എനിക്ക് നല്ല ഭംഗിയായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് രാത്രി പരിപാടിയൊക്കെ ആകുമ്പോൾ ഈ പർപ്പിൾ കളർ നല്ല ഭംഗിയുണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടോ. അതാണ് ഈ ഡ്രസ്സ് ഇടിച്ചത്. അങ്ങനെ അവളുടെ കുറച്ച് നേരത്തെ എന്താ പറയുക കാണിച്ചു കൂട്ടലുകളൊക്കെ എന്നെ പോലെ തന്നെ കുറച്ച് ഗ്ലൂസ് ആക്കലുകളൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവളെ റെഡിയാക്കി നേരെ ഞാൻ ഹോളിൽ കൊണ്ടുയിരുത്തി. അങ്ങനെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഞാൻ റെഡി ആവുക എന്നുള്ള കേട്ടോ. ഇതായിരുന്നു കേട്ടോ ഞാൻ ഇട്ടിരുന്നത്. അപ്പം നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത ശേഷം കാണാം. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അപ്പോൾ നമുക്കിനി റെഡിയാവാൻ തുടങ്ങാം അല്ലേ. ഈ റെഡിയാവുന്ന സമയത്തൊക്കെ എൻ്റെ മുഖത്ത് നല്ലൊരു ടെൻഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ നന്നായി ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം 2-3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഇത്രയും നാളും ഞങ്ങൾ അവളെ പുറത്തൊന്നും കൊണ്ടുപോകാതെ കാത്തിരുന്നത് അവൾക്ക് നന്നായി ഈ പരിപാടി കളിക്കാൻ പറ്റണം, വയ്യായൊന്നും നിരരുതെന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷേ ഈ പരിപാടിയുടെ തലേ ദിവസം രാത്രിയായപ്പോൾ അവൾക്ക് പനി കൂടി. ബുധനാഴ്ച രാത്രി തൊട്ട് നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വ്യാഴാഴ്ച വൈകുന്നേരം വരും നന്നായിട്ട് തന്നെ പനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മരുന്നിൻ്റെ പുറത്താണ് എൻ്റെ മോളിങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. ആ ടെൻഷനും അവൾക്ക് കളിക്കാൻ പറ്റുമെന്നുള്ളതും എനിക്ക് ആകെ മൊത്തം ഒരു ടെൻഷൻ കൂടിയപ്പോൾ.
കാരണം ഇത്രയും നാളും തകൃതിയായിട്ട് ഇതിൻ്റെ ഒരു റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കെ അവൾക്ക് ലാസ്റ്റ് മിനിറ്റിൽ കളിക്കാൻ പറ്റാണ്ടാവുകയെന്ന് പറഞ്ഞാൽ ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്നൊരു സങ്കടം ഉണ്ടാവുമല്ലോ, അത് എൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ആ ടെൻഷനൊക്കെ പുറത്ത് കാണിക്കാനും വയ്യ, കാരണം ഞാൻ കാണിച്ചാൽ എൻ്റെ അമ്മ എന്നെക്കാളും വലിയ സങ്കടം കൊടുക്കുക, അമ്മ കരയാൻ തുടങ്ങും. ദേ വർത്തമാനത്തിനിടയിൽ സൈചേട്ടൻ എത്തിയ സീനാട്ടോ കാണുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ തിരിച്ചു പോകാൻ നോക്കിയതായിരുന്നു. അങ്ങനെ ഞാൻ റെഡിയാവുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കഥ ഇതായിരുന്നു, കനിമോൾക്ക് പനി വന്നത്. അപ്പോൾ മരുന്നിൻ്റെ പുറത്താണ് അവൾ ഉഷാറായി ഇരിക്കുന്നത് കേട്ടോ. എന്തുകൊണ്ടോ ദൈവം തുണച്ചു എന്ന് പറയട്ടെ, അത് പരിപാടി കഴിയുന്നവരും പിന്നെ പനിച്ചിരുന്നില്ല. അതിനുശേഷം തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ശരീരം ഇളകിയെന്ന് കണ്ടപ്പോൾ പിന്നെയും പനിച്ചു കേട്ടോ. പക്ഷേ ആളിപ്പോൾ ഉഷാറായിട്ടായിരിക്കുന്നത്, ഇപ്പോൾ പനിയൊക്കെ വിട്ടിട്ടുണ്ട്. അങ്ങനെ ദൈവം വന്നിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ പോസ്റ്റൊക്കെ ചെയ്ത് നിന്ന് തരുമായിരുന്നു കേട്ടോ, ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയിട്ട്. അവൾക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം ഈ പരിപാടി നടക്കുന്നത് VKL ഹാളിലാണ് കേട്ടോ. ഒരു കേരള കത്തോലിക് അസോസിയേഷൻ്റെ സ്റ്റേജിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്ന പരിപാടി. ഒരുപാട് പേരുണ്ടായിരുന്നു ആ IIPA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, എല്ലാവരുടെയും പരിപാടികളുണ്ടായിരുന്നു. പിന്നെ അവരുടെയൊക്കെ പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കും അവൾക്കും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ആ സമയത്തൊക്കെ ഞാനും അമ്മ ഇങ്ങനെ പറയുമായിരുന്നു വയ്യായൊന്നും ഇല്ലാണ്ട് കളിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം നടത്തുന്ന സ്ഥലത്ത് എത്തി കേട്ടോ. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ വേഗം ഉള്ളിലോട്ട് കയറി കേട്ടോ. അവിടെ എത്തിയ ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മിസ്സിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ മിസ്സ് അങ്ങോട്ടേക്ക് അവളെ കൊണ്ടുപോകും. പിന്നെ നമ്മളായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ അവൾ അങ്ങനെ മിസ്സിൻ്റെ കൂടെ അങ്ങനെ അങ്ങ് പോയി. ഞങ്ങളിതേ അവിടെ സീറ്റിലിരുന്നു. ഇനി അങ്ങോട്ടേക്കുള്ള പ്രോഗ്രാംസിനൊക്കെ കുറച്ച് ഷോർട്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാമല്ലോ, കാണാമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടാലോ. ഇതായിരുന്നു ആദ്യത്തെ പരിപാടി കേട്ടോ. കുഞ്ഞു മക്കളെ പാട്ടായിരുന്നു, കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മക്കളായിരുന്നു കേട്ടോ. ഓക്കെ, പക്ഷെ ഒരു പേടിയില്ലാണ്ട് അവർ ആ പരിപാടിയിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിരുന്നേ. അതിനുശേഷം ഈ മക്കളുടെ ആയിരുന്നു കേട്ടോ. അത് കർണാട്ടിക് ഉണ്ട്, ഹിന്ദുസ്ഥാനി ഉണ്ട്, അങ്ങനെ ഒരുപാട് പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇൻസ്ട്രുമെൻസിൻ്റെയും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് എനിക്കൊന്നും അതിൻ്റെ സൗണ്ട്സ് ആഡ് ചെയ്യാൻ പറ്റാഞ്ഞ കേട്ടോ. പിന്നെ കത്തൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ആ കുഞ്ഞു വാവ കളിക്കുന്ന കാണാൻ ഞാൻ കുറേ നേരം നോക്കിയിരിക്കുന്നു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു കനിമോള ഡാൻസ്? എല്ലാവർക്കും ഇഷ്ടമായോ? നന്നായി കളിച്ചിരുന്നു കേട്ടോ. കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ മിസ്സിൻ്റെ എഫേർട്ടും എല്ലാം അവിടെ കാണാൻ പറ്റിയിരുന്നു കേട്ടോ. നന്നായിട്ട് തന്നെയാണ് എല്ലാ പിള്ളേരും കളിച്ചിരുന്നത്. ആ പെർഫോമൻസിൻ്റെ പേര് ചതുരശ്രീ എന്നായിരുന്നു കേട്ടോ. ആ പെർഫോമൻസ് കഴിയുമ്പോൾ ആ സൈഡിൽ നിൽക്കുന്ന ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സാറ്, എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്കൊക്കെ എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും, ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സാറിൻ്റെ ചിത്രരചനയും ആ പെർഫോമൻസും കഴിയുന്ന ഒരേ സമയത്തായിരുന്നു. കണ്ടില്ലേ, എന്താ പറയേണ്ടതെന്ന് ഒരു വാക്ക് പോലും കിട്ടാത്ത നിമിഷമായിരുന്നു കേട്ടോ. എന്താ അടിപൊളിയായിട്ടല്ലേ ആ സാറ് വരച്ചിട്ടുള്ളത്. പിന്നെ ഈ വയലിൻ വായിക്കുന്ന കുട്ടികൾ ഓരോ സിനിമയിൽ പാട്ടുകളൊക്കെ വായിക്കുമ്പോൾ ഞാനും കനിമോളും അത് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാം. പിന്നെ അടുത്ത പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതും കുഞ്ഞു പിള്ളേരായിരുന്നു. അതിനുശേഷം ദേശഭക്തി ഗാനം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് മുഴുവനൊന്നും കാണാൻ പറ്റിയിരുന്നില്ല, പക്ഷെ കണ്ടതൊക്കെ ഞാനിവിടെ കുറച്ചായിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും ഫുൾ വോയിസ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് കുറച്ച് മാത്രം. പിന്നെ ചിലത് മ്യൂട്ടാക്കേണ്ട ആവശ്യം വന്നുപോയി.
അങ്ങനെ ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് തിരിച്ച് മടങ്ങുകയെ ഇതൊക്കെ അവിടുത്തെ ആ സാറ് വരച്ച ചിത്രങ്ങളായിരുന്നു കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നാനുള്ളൊരു കാര്യം, എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ എത്തിയ ശേഷം കനിമോളുടെ ഒരു പെർഫോമൻസ് സ്റ്റേജിലുള്ളത് കാണുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അവർക്ക് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അതേപോലെ തന്നെ കനിമോളുടെ പനി അത് കുറച്ച് നേരത്തെങ്കിലും വിട്ടുപോയി, അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഒരു വലിയ കിട്ടലായിരുന്നു. അത് മാത്രമല്ല ഈ ഒരു പരിപാടിയെക്കുറിച്ചും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്തിരുന്നത് കുട്ടികളിലുള്ള സ്റ്റേജ് ഫിയറൊക്കെ മാറ്റാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണല്ലേ ഇങ്ങനെ അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും തോറും അല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു ചായയൊക്കെ അടിച്ചിട്ടാണ് വന്നു കേട്ടോ, കാരണം നല്ല വിശപ്പിൻ്റെ വിളി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടാട്ടോ ഞങ്ങൾ വന്നിരുന്നത്. ഞങ്ങൾക്കറിയാം ഏകദേശം സമയം നന്നായി പോകുന്നുള്ളത്, അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ മടങ്ങി. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായി എന്ന് വരുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ.